ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പും ആവശ്യപ്പെട്ട് നിയുക്ത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ. മന്ത്രിയുടെ ഔദ്യോഗിക വസതി വേണ്ടെന്നും പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അറിയിച്ചു. നിലവിൽ സജി ചെറിയാനാണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി വി അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, നാളെ 2 MLA-മാർ കൂടി മന്ത്രിസഭയിലേക്ക് കടക്കുകയാണ്. നാളെ സത്യപ്രതിജ്ഞ നടക്കുന്നു. ഈ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ തന്നെ നേരത്തെ ഒരു ധാരണയുണ്ടെങ്കിൽ പോലും റീഷഫ്ലിംഗിനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെടുകയാണ് നിയുക്ത മന്ത്രി ഗണേഷ് കുമാർ. അദ്ദേഹം സ്വാഭാവികമായും സിനിമയിൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു മുമ്പ് ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ്. ആ ഒരു നിലയിൽ ഈ ഒരു ആവശ്യം പരിഗണിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളം ആണ് അരുൺ? റീഷഫ്ലിംഗിനുള്ള ഒരു സാധ്യതയുമില്ല. 2 മന്ത്രിമാർ മാറുന്നു, പകരം 2 മന്ത്രിമാർ വരുന്നതിനപ്പുറത്തേക്ക് കാര്യമായ അഴിച്ചുപണി മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. നേരത്തെ അത് വ്യക്തമായതാണ്. നാളെ കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പിണറായി മന്ത്രിസഭയിലേക്ക് വരും. 2 മന്ത്രിമാർ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും കഴിഞ്ഞ ഞായറാഴ്ച രാജിവെച്ചിരുന്നു. അതിനെ തുടർന്നാണ് 2 ഒഴിവുകൾ. ഇത് ഈ 2ാം പിണറായി സർക്കാർ തുടക്കകാലത്ത് തന്നെ മുന്നണിയിലുണ്ടായ ധാരണയാണ്. ഒരു MLA-യെങ്കിലുമുള്ള എല്ലാ ഘടകകക്ഷികൾക്കും, അതിൽ RJD ഒഴികെയുള്ള എല്ലാ ഘടകകക്ഷികൾക്കും, പിന്നെ പുറത്ത് നിൽക്കുന്ന കോവൂർ കുഞ്ഞുവിന്റെ പാർട്ടിയുമാണുള്ളത്, ബാക്കി എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം പങ്കിട്ടെടുക്കുവാൻ നേരത്തെയൊന്നും ഇല്ലാത്ത തരത്തിലൊരു തീരുമാനം ഇടതുമുന്നണി എടുത്തിരുന്നു. അതിന്റെ ഭാഗമായ 2 മന്ത്രിമാർ മാറി പകരം മന്ത്രിമാർ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു രസകരമായ കൗതുകരമായ വാർത്ത, സിനിമാ വകുപ്പ് കൂടി കെ.ബി. ഗണേഷ് കുമാർ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, സൂചനകളനുസരിച്ച് ആന്റണി രാജുവിന്റെ ഗതാഗത വകുപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനായി മാറ്റിവച്ചിരിക്കുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2001-ൽ കെ.ബി. ഗണേഷ് കുമാർ KSRTC ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ആ വകുപ്പ് തന്നെ വീണ്ടും അദ്ദേഹത്തിന് നൽകാനാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ തീരുമാനം. മന്ത്രിമാർക്ക് വകുപ്പ് വിഭജിച്ചു നൽകാനുള്ള പൂർണ്ണ അധികാരം, അവകാശം മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി നിർദ്ദേശം ഗവർണർ അംഗീകരിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ കെ.ബി. ഗണേഷ് കുമാറിന് ഗതാഗതവും അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ, പുരാവസ്തു വകുപ്പുകളുടെ ഭാഗം നൽകുക, അഹമ്മദ് ദേവർകോവിന്റെ വകുപ്പുകൾ അതായിരുന്നു. പക്ഷേ ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ ആവശ്യപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ പാർട്ടി ആവശ്യപ്പെടുന്നത് സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാർ നൽകണമെന്നുള്ളതാണ്. ഗതാഗതമില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊരു അഭിപ്രായം കൂടി അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അവർ ഗതാഗത വകുപ്പിനോടൊരു വിമുഖത കാട്ടിയതാണ്. പക്ഷേ മുന്നണി തീരുമാനം അംഗീകരിച്ചു പോകാം എന്നതുകൊണ്ടാണ് ആ വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായത്. സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണ് കെ.ബി. ഗണേഷ് കുമാർ. സിനിമാ താരമാണ്, ഇപ്പോഴും സജീവമായി തന്നെ സിനിമാ മേഖലയിലുള്ള ആളാണ്. മാത്രമല്ല 2011-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്ത ആൾ കൂടിയാണ് കെ.ബി. ഗണേഷ് കുമാർ. സിനിമാ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നടപ്പാക്കിയ മന്ത്രി കൂടിയായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് സിനിമാ വകുപ്പിൽ തന്നെ തുടർന്നും വരണമെന്ന ആഗ്രഹമുണ്ട്. അക്കാര്യമാണ് മുഖ്യമന്ത്രിയെ പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഗണേശ് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു ലഭിക്കുന്ന സൂചന. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, സൂചനകളനുസരിച്ച് വകുപ്പുകളുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല. അതിന് കാരണം CPM-ന്റെ മന്ത്രി സജി ചെറിയാൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സജി ചെറിയാൻ നിലവിൽ സാംസ്കാരിക വകുപ്പിനൊപ്പം സിനിമാ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. 2ാം പിണറായി മന്ത്രിസഭ തുടക്കത്തിൽ തന്നെ സജി ചെറിയാൻ ആ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. പിന്നെ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുമ്പോൾ ചെറിയൊരു സമയം അത് സിനിമാ സാംസ്കാരിക വകുപ്പുകൾ VN വാസവൻ കൈകാര്യം ചെയ്തു. സജി ചെറിയാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് തന്നെ വകുപ്പ് തിരിച്ചു നൽകി. ആ വകുപ്പ് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ഗണേഷ് കുമാറിന്റെ പാർട്ടിയുടെ ആവശ്യം മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും അംഗീകരിക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കാൻ നാളെ ഏതായാലും 2 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ ഗവർണർക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ അധികാരമേൽക്കും. ഗവർണർ ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഔറംഗാബാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. നാളെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം തിരികെ മുംബൈയിലേക്ക് പോവുകയും ചെയ്യും. രാജ്ഭവനിൽ സത്യപ്രതിജ്ഞകളുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാജ്ഭവനിലെ പാർക്കിംഗ് ഏരിയയിൽ ഇതിനുവേണ്ടി 1000 പേർക്ക് ഇരിക്കാവുന്ന പ്രത്യേക പന്തൽ തയ്യാറായി കഴിഞ്ഞു. ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. മന്ത്രിസഭയിൽ കാര്യമായ മാറ്റങ്ങൾ മറ്റൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. 2 പുതിയ മന്ത്രിമാർ വരും, കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും. അതിൽ വകുപ്പുകളും നേരത്തെ ഏറെക്കുറെ ധാരണയായിരിക്കുന്നു. സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടെങ്കിലും അത് മുന്നണിയും മുഖ്യമന്ത്രിയും. പക്ഷേ ഒരു കാര്യം, അതായത് ഈ ഗതാഗത വകുപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സിനിമാ വകുപ്പ് ലഭിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത്. അത് പരിഗണിക്കാൻ തീരെ ഒരു സാധ്യതയില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഉടൻ അങ്ങനെ ഒരു മാറ്റത്തിനുള്ള സാധ്യത കുറവാണ്. അതിന് പ്രധാന കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സജി ചെറിയാൻ. അദ്ദേഹമാണ് നിലവിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ ഒരു മാറ്റം വരുത്താൻ CPM
ഉടൻ തയ്യാറാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഗണേഷ് കുമാർ ഔദ്യോഗിക മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ അതിലെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഗണേഷിനെ അറിയിക്കാനാണ് സാധ്യത. ഒരു വലിയ സമ്മർദ്ദ തന്ത്രമായോ സമ്മർദ്ദീകമായോ ഗണേഷ് കുമാർ ഈ കാര്യം കൊണ്ട് പോകുമോ എന്ന കാര്യവും വ്യക്തമല്ല. തന്റെ ഒരു അഭിപ്രായം, തന്റെ ആഗ്രഹം മുഖ്യമന്ത്രി അറിയിക്കുന്നതിനപ്പുറത്തേക്ക് പിന്നീട് എപ്പോഴെങ്കിലും പരിഗണിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അതിനപ്പുറത്തേക്ക് കാര്യമായൊരു പ്രഷർ ഇതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ മുഖ്യമന്ത്രിയുടെ സർക്കാരിൽ ചെലുത്താനും ഇടയില്ല. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഞാനിപ്പോൾ മൻമോഹൻ ബംഗ്ലാവിന് മുന്നിലാണ്. മൻമോഹൻ ബംഗ്ലാവ് ഗണേഷിന് എന്റെ മുൻഗാമി, മന്ത്രിസഭയിൽ മുൻഗാമി ആന്റണി രാജുവിന്റെ ഔദ്യോഗിക വസതി. അദ്ദേഹം ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. ഈ വസതി സ്വാഭാവികമായും ഗണേഷ് കുമാർ ലഭിക്കേണ്ടതാണ്. പക്ഷേ ഗണേഷ് കുമാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഔദ്യോഗിക വസതി വേണ്ട എന്ന് നിലപാടെടുത്തിരിക്കുന്നു. ഔദ്യോഗിക വസതി വേണ്ട, തന്റെ സ്വകാര്യ വസതിയിൽ അദ്ദേഹം മന്ത്രിയായാലും തുടരും. അതാണ് അദ്ദേഹം സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതൊരു അപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് അവിടെ ഒഴിഞ്ഞു കിടക്കും എന്ന് കരുതാമല്ലേ? സ്വാഭാവികമായും അങ്ങനെ കരുതേണ്ടി വരും. കാരണം ഗണേഷ് കുമാർ ഔദ്യോഗിക വസതി വേണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മൻമോഹൻ ബംഗ്ലാവിൽ ഒഴിവ് വരും. മറ്റൊന്ന്, അദ്ദേഹം സ്റ്റാഫുകളുടെ എണ്ണം, പേഴ്സണൽ സ്റ്റാഫുകളുടെ കാര്യത്തിലൊക്കെ ഗവർണർ വലിയ വിമർശനം സർക്കാരിന് ഉന്നയിച്ചതാണ്. അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബാധ്യതയുള്ളപ്പോൾ എന്തിന് അത്തരത്തിൽ പെൻഷൻ കൊടുത്ത പേഴ്സണൽ സ്റ്റാഫുകൾ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് പെൻഷൻ നൽകുന്ന ചോദ്യം ഗവർണർ പലതവണ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ അതിൽ മാതൃകാപരമായ തീരുമാനം എടുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് ഔദ്യോഗിക വസതി വേണ്ട, പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം പരമാവധിയിലേക്ക് പോകേണ്ട, തനിക്ക് കുറച്ച് പേഴ്സണൽ സ്റ്റാഫ് മതി എന്നൊരു തീരുമാനം കൂടി ഗണേഷ് കുമാർ എടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അദ്ദേഹം ഔദ്യോഗികമായി അറിയിക്കും. മറ്റൊന്ന്, ഈ മൻമോഹൻ ബംഗ്ലാവുമായി ബന്ധപ്പെട്ട ചില കഥകളാണ്, ചില അവിശ്വസനീയമായ ചില അല്ലെങ്കിൽ അന്ധവിശ്വാസപരമായി പ്രചരിക്കപ്പെടുന്ന സംഭവങ്ങളാണ്. മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചവരാരും പിന്നീട് മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല എന്ന വലിയൊരു ചർച്ച, അതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അതൊരു അന്ധവിശ്വാസം എന്ന നിലയിൽ രാഷ്ട്രീയക്കാർക്ക് പ്രചരിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കാൻ പൊതുവിൽ ആളുകൾ താല്പര്യപ്പെടാറില്ല. അതിന് വിരുദ്ധമായി ഇത് ചോദിച്ചു വാങ്ങിയ മന്ത്രിമാരുണ്ട്. അത് തോമസ് ഐസക് അത്തരത്തിലൊരു മന്ത്രിയാണ്. ആന്റണി രാജു ഇതുപോലെ ഇവിടേക്ക് തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ് വന്നയാളാണ്. അത്തരത്തിൽ മന്ത്രിമാരുണ്ടെങ്കിൽ പോലും മൻമോഹൻ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി അത്തരമൊരു കഥ പ്രചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം പ്രചരിക്കുന്നുണ്ട്. മൻമോഹൻ ബംഗ്ലാവ് പൊതുവിൽ മന്ത്രിമാർ വാഴാത്ത ഇടമാണ്. ഒന്നുകിൽ പകുതി വെച്ച് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും സംസ്ഥാന മന്ത്രിസഭയിലേക്ക് മടങ്ങി വരില്ല എന്ന ചില വിശ്വാസങ്ങൾ, അന്ധവിശ്വാസം എന്ന് പറഞ്ഞു, വിശ്വാസം പറയാൻ കഴിയാത്ത അന്ധവിശ്വാസം രാഷ്ട്രീയക്കാർക്കിടയിൽ പൊതുവിൽ ഉണ്ട്. ആ ഒരു ഔദ്യോഗിക വസതിയാണ് ഇപ്പോൾ ആന്റണി രാജു ഒഴിയാൻ പോകുന്നത്. അവിടേക്ക് ആണ് ഗണേഷ് കുമാർ വരേണ്ടിയെന്ന്. പക്ഷെ അദ്ദേഹവും ഔദ്യോഗിക വസതി വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അത് സ്വാഭാവികമായും ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ മറിച്ചുള്ള ചർച്ചകളും പതിയെ ഉയർന്നു വന്നേക്കാം. ഇപ്പോൾ ഏതായാലും ഔദ്യോഗിക വസതിയിലേക്ക് മൻമോഹൻ ബംഗ്ലാവിലേക്ക് കെ.ബി. ഗണേഷ് കുമാർ ഉണ്ടാകില്ല. അത് ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടി നൽകുന്ന വിശദീകരണം. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കെ.ബി. ഗണേഷ് കുമാർ. പക്ഷേ അത് പരിഗണിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ല എന്നുള്ളതാണ് വി അരുൺ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരികെ